വേണമെങ്കിൽ ഒരു കറക്കം കറങ്ങിക്കോളൂ. ഓക്കെ. ഇനി പ്രശസ്തമായ ഡയലോഗാണ്. മോനെ ദിനേശ സവാരി ഗിരിഗിരി. ആക്ഷൻ. നീ പോ മോനെ ദിനേശ സവാരി കീറി കീറി നീ പോടാ മുണ്ടയ്ക്ക്. ഓക്കെ, കുഴപ്പമില്ല. പഠിച്ചു വരുന്നോണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഇനി ആ സൂപ്പർ താരത്തിൽ പഠിക്കണം, പറഞ്ഞോളൂ. ഇനി സുരേഷ് ഗോപി. ആര്? സുരേഷ് ഗോപി. ഓടാ വൃത്തികെട്ടവനെ. മമ്മൂട്ടി മോഹൻലാലിനെ അസലായിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ? അതിനകത്തുണ്ടല്ലോ സുരേഷ് ഗോപി. എവിടെയെന്നാ? എടാ, ഉദാഹരണത്തിന് മമ്മൂട്ടി അച്ഛൻ, മോഹൻലാൽ അമ്മ, ഇവർക്ക് രണ്ടുപേർക്കുണ്ടായ പുത്രനാണ് സുരേഷ് ഗോപി. എടാ, ഇവരുടെ രണ്ടുപേരുടെ ആക്ഷൻ അല്ലേ പുള്ളി മോട്ടിച്ച് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ സൂപ്പർ സ്റ്റാർ ആയതാണ്. ഞാൻ അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം. നോക്കിയോളൂ. ഇതാരാ? മമ്മൂട്ടി തന്നെ. ഇതാരാ? മമ്മൂട്ടി. ഇതോ? മോഹൻലാൽ. ഇത് സ്പീഡാക്കിയാൽ മാത്രം മതി. പിന്നെ 25 കിലോ ചാണകം കൊണ്ട് തറയിട്ടേക്കണം. അത് ടൈമിംഗ് അനുസരിച്ച് ചവിട്ടണം. മമ്മൂട്ടി ചാണകം ചവിട്ട് മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ. ഇത് സ്പീഡാക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാണകം കൂടെ ചവിട്ടി കൊടുക്കണം. കണ്ട? ഇനി എന്ത് ചോദിച്ചാലും വേണ്ടെന്നും കൂടെ പറയണം. ഇനി ഡയലോഗ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഷീറ്റ് വേണം. പാകൊണ്ടുള്ള ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല. മണലിൽ കിടന്നാലും ഷീറ്റ് വേണം. ഓക്കെ, റെഡി. ആക്ഷൻ. സുരേഷ് ഗോപി എടുക്കാം. ആദ്യം മമ്മൂട്ടി, മോഹൻലാൽ. ചാണകം നിന്റെ അപ്പം വന്ന് ചവിട്ടടാ. അങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ. സ്പീഡാക്ക്. ഇപ്പൊ ഫിഗർ വരും. ചോറ് വേണോ? ഡയലോഗ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. ഇനി ആ സൂപ്പർ താരത്തിനെ പഠിക്കണം, പറഞ്ഞോളൂ. ഇനി എനിക്ക് കാവ്യ മാധവനെ പഠിച്ചാൽ. ആര്? കാവ്യ മാധവൻ. എടാ, പോടാ എഴുന്നേറ്റ്. മക്കളെ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. സാറിന് പറ്റാത്ത പണിയൊന്നും പറഞ്ഞുകൂടാ. കാവ്യ മാധവനെ പഠിക്കണം. പിന്നെ ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം. ശരി, കാവ്യ മാധവനെ എടുക്കാം. നീ ഇത്രയും ആക്രമിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ പെണ്ണിൻ്റെതാണ് എടുക്കണത്. ഞാൻ എടുത്തോണ്ടിരിക്കണതിൻ്റെ ഇടയിൽ കയറി ഒട്ടും അറപ്പിക്കല്ലേ. ഇത് വന്നാ വന്ന് പിള്ളേരുകളെയല്ല ഓർമ്മ വേണം. കാവ്യ മാധവൻ. ഇങ്ങനെയൊക്കെ നിന്നോടല്ലേ ഞാൻ പറഞ്ഞു. മക്കളെ ഒരിക്കലും ഇടയ്ക്ക് അറപ്പിക്കല്ലേ. പെണ്ണിൻ്റെതാണ് എടുക്കണത് കേട്ടാ. അറപ്പിച്ച ഇത് വന്നാ വന്ന്. കാവ്യ മാധവൻ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ഡയലോഗ് ഒന്നും കേട്ടില്ലല്ലോ. നീ ഇത്ര കേട്ടാ മതി. ഇത് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യെന്ന സിനിമയിലെ കാവ്യ മാധവന്റെ സൗണ്ടാ. നീ എനിക്കിട്ടാടാ വയ്ക്കണത്. കേട്ടോനെ. Yela 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 ma. Yela 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 ma. Hola 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 ma. Hola
കൊണ്ടക്കാരി അച്ചു വെള്ള കൊണ്ടക്കാരി അയ്യാറെട്ട് പല്ലുകാരി ഐരവീണ കണ്ണുകാരി പൂവാളൊരു പോട് പോട്ട செய்வ காட்டு வேட்டக்காரி காதல் மச்சுந்தி நீராவல் பூச்சாண்டி வச்ச தண்ணி வந்த பாவில் பத்த வச்சாண்டி தாண்டி தாண்டி ஒன்னாவணி தொட்டேண்டி சுத்தத்தால வேலை எல்லாம் சுத்தம் செய்வேண்டி ஆண்டங்காக்கா கொண்டக்காரி அச்சுவெல்லா கொண்டக்காரி ஐயாரத்து பல்லுக்காரி ரவீனா கண்ணுக்காரி ஒரு கோடு போட்டா செய்வ காட்டு வேட்டக்காரி தட்டில தூக்கு பரத்தி திருவோடண்டி ஜக ஜக ஜாலகாரா ஆக்கரம மோடிகாரா உன்னத்தி கடியேன போல நனச்சே உன்னத்தி கடியேன போல நனச்சே உன்னனா கடி கர்கண்டமா போலிச்சே உன்னனா கடி கர்கண்டமா போலிச்சே அண்டங்காக்கா கொண்டக்காரி ஓ அச்சு வெள்ள கொண்டக்காரி ஆயாருக்கு பல்லுக்காரி ஐரவீண கண்ணுக்காரி பூவாளொரு தோடு போட்ட செய்வ காட்டு வேட்டக்காரி வாடை முக்கலினியா சாதுதி ஒட்டு சாப்பிடுவேனா பப்பா பல்லு படாம காவி கொள்வாயா ரெட்டவாழ வழுவ வெட்டி கொள்வாயா கட்ட பிசுறுமடாய நண்டுபட்ட இன்றவு இருக்க சுத்தப்பால் போல தேகம் தாண்டி உனக்கு சுத்தப்பால் போல தேகம் தாண்டி உனக்கு அது பாலாடை மட்டும் கொஞ்சம் விளக்கு அது பாலாடை மட்டும் கொஞ்சம் விளக்கு அண்டங்காக்கா கொண்டக்காரி வெள்ள கொண்டக்காரி ஐயாருக்கு பல்லுக்காரி ஐரவீண கண்ணுக்காரி பூவாளொரு போடு போட்ட செய்வ காட்டு வேட்டக்காரி காதல் மச்சுந்தி நீராவல் பூச்சாண்டி வச்ச தண்ணி வத்த பார்வில் பத்த வச்சாண்டி தாண்டி குடி தாண்டி ஒட்டாவணி தொட்டேண்டி முத்தத்தான எல்லாம் சுத்தம் செய்வேண்டி ஏலா 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 ஏலம்மா ஏலா 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 ஏலம்மா ஓலா 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 ஓலம்மா ஓலா 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 ஓலம்மா. Thank you. Vineet and Lakshmi Gopalaswamy.
പകൽവെയിൽ ചായും നേരം പരൽ കണ്ണു നട്ടെന്നും നീ അടിപ്പുറക്കോണിൽ കാത്തിരിക്കും. പകൽവെയിൽ ചായും നേരം പരൽ കണ്ണു നട്ടെന്നും നീ അടിപ്പുറക്കോണിൽ കാത്തിരിക്കും. മധുരഫലകരമായാൽ ഏറെ പ്രിയങ്കരവും. ഇതാ ഒരു അലുവ പ്രേമിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊരല്പസമയം കടന്നു ചെല്ലാം. അലുവ പ്രേമി. ഇവനെയൊക്കെ ജോലിക്കാരനാക്കി വെക്കുന്ന എന്നെ വേണം തല്ലാൻ. എടാ കഴുതേ, എടാ പോത്തേ, എടാ മരപ്പട്ടി, എടാ കൊരങ്ങ, എടാ പഴമുണ്ണി, എടാ വേലപ്പ. എന്തോ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എപ്പോഴാ വന്നു? പിന്നെ ഇത്രയും നേരമായിട്ട് ഞാൻ കിടന്ന് വിളിച്ചിട്ട് നീ വിളിയാക്കാത്ത എന്ത്? ഇത്രയും നേരം മോലാളിയുടെ വീട്ടുകാരെ എല്ലാം വിളിച്ചു അവസാനമല്ലേ വേലപ്പാന്ന് പറഞ്ഞ എന്നെ. നിന്റെ വേഷം കെട്ട് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ആ ശമ്പളം കൂട്ട്, അപ്പൊ വേഷം കെട്ട് കുറയും. ശമ്പളം കൂട്ടിത്തരാൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നല്ലോ. കൂട്ടിത്തരാൻ അവളോട് പറഞ്ഞിരുന്നല്ലോ. ആരോട്? എന്റെ ഭാര്യയോട്. എന്തോന്ന് ശമ്പളം? ശമ്പളമാ. പിന്നെ മോലാളിയെ കാണാൻ വേണ്ടി രാവിലെ പോലെ ഞാൻ കാത്തിരിക്കുക. എന്ത്? നമ്മളാ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നില്ല CI വിക്രമൻ സാറ് പറഞ്ഞു 24 മണിക്കൂറിന് മോലാളിയെ പൊക്കിയിരിക്കുന്നു. എന്നെ എന്തിനാ ഇൻസ്പെക്ടർ സാറെ പൊക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇന്നലെ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും.
ഇന്നലെ എന്ത് സംഭവം? ഇന്നലെ ഞാൻ സ്ഥലത്തേ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇന്നലെ നടന്ന കാര്യമൊന്നും മുതലാളി അറിഞ്ഞില്ലേ? ഇല്ല. ഇന്നലെ ഭയങ്കര ഒരു കോമഡി നടന്നു. നമ്മൾ സന്ധ്യ സമയമാകുമ്പം വിളക്കെടുത്ത് നമ്മുടെ വീടിന്റെ മുമ്പിൽ വെക്കത്തില്ലേ? അപ്പൊ ഞാൻ ആ വിളക്കുമായിട്ട് വീടിന്റെ പിന്നിൽ നിൽക്കുന്നു. എന്തിനാ മുമ്പിൽ വെക്കേണ്ട വിളക്കുമായിട്ട് നീ പിന്നിൽ ചെന്ന് നിന്നത്? വിളക്ക് കഴുകണ്ടേ? ശരി ശരി. കഴുകിയിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ വന്നപ്പോ എന്റെ മുതലാളി പറഞ്ഞാ വിശ്വസിക്കത്തില്ല, വല്ലാത്തൊരു മണം. അപ്പൊ എനിക്കൊരു ജിജ്ഞാസയായി, ഇത് എവിടുന്നാ വരുന്ന ഈ മണം സന്ധ്യ സമയത്ത്? അപ്പൊ ഞാൻ നോക്കിയപ്പം അവിടെ ഒരു ബാത്റൂം ഇല്ലേ, വിക്രമൻ സാറിന്റെ ബാത്റൂം, അവിടെ നിന്നാണ് മണം വരുന്നത്. അപ്പൊ ഞാനൊരു കല്ലെടുത്തിട്ടിട്ട് അതിന്റെ പുറത്ത് കയറി നോക്കി. വൈഫ് കുളിക്കുക വിക്രമ സാറിന്റെ സോപ്പിന്റെ മണമാ. അപ്പൊ എനിക്കൊരു ജിജ്ഞാസ, ഈ സോപ്പ് ഏതാണെന്ന് അറിയണമല്ലോ നമുക്ക് മേടിക്കാൻ വേണ്ടി. പക്ഷെ അവരുടെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റുണ്ട് മുതലാളി. ഇതൊന്ന് നിർത്തി തരണ്ടേ? പെട്ടെന്നൊരു ജിജ്ഞാസയില് എന്റെ കയ്യിലിരുന്ന വിളക്ക് വീണതും സോപ്പും താഴെ വീണു. പക്ഷെ അവര് കേട്ടില്ല. SI കേട്ട്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അയാൾ ചോദിക്ക, ആരാടാന്ന്? ഇരുട്ടല്ലേ, എന്റെ മുഖം കണ്ടില്ല, ഞാൻ ഓടിക്കളഞ്ഞു. പക്ഷെ അവിടെ എന്റെ ഭാഗത്തൊരു ചെറിയ തെറ്റ് വന്നു. അയാൾ ആരാടാന്ന് ചോദിച്ചപ്പോ മുതലാളിയുടെ പേരെന്താ? പീതാംബരനാടാ എന്ന് പറഞ്ഞാ ഞാൻ ഓടിയത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭാഗത്തൊരു ചെറിയ തെറ്റ് വന്നു. എന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. നീ എന്നെ കൊലക്കി കൊടുത്തല്ലോടാ. ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ മുതലാളി. അവിടെ ചെന്ന് അയാളുടെ സ്വഭാവം അറിയാമല്ലോ. അവിടെ ചെന്ന് മാപ്പാക്കി രമ്യതയാക്കി തീർക്കണം പ്രശ്നം. കാര്യം പറഞ്ഞ് മാപ്പാക്കാൻ പോയാൽ അയാൾ ഇടിച്ച് ഷേപ്പ് മാറ്റും. അതയാളുടെ സ്വഭാവം ചെന്നേ പറ്റൂ. ഇപ്പൊ മാപ്പ് പറഞ്ഞില്ലേ പ്രശ്നമാ. ഞാൻ ഇന്നിവിടെ നിൽക്കേണ്ട അത്യാവശ്യ സാഹചര്യം ഉണ്ട്, നിനക്കറിയാമോ? അതെന്താ? എത്രയോ കാലമായിട്ട് ഞാൻ പ്രൊമോഷൻ കാത്തു കഴിയാൻ നിനക്കറിയാലോ. ഇന്ന് ആ പ്രൊമോഷന്റെ കാര്യം തീരുമാനിക്കാനായിട്ട് ഓഫീസിൽ നിന്നും എന്റെ മാനേജർ അലക്സാണ്ടർ സാർ വരുന്നുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഞാൻ മാല വാങ്ങിച്ചു വെച്ചു, അലുവ വാങ്ങിച്ചു വെച്ചു. എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് അലുവയാ. ഈ അലുവ കൊടുത്താണ് ആൾക്കാർ ഓരോ കാര്യങ്ങൾ സാധിക്കുന്നത്. പിന്നെ അലുവ അങ്ങയുടെ ദൗർബല്യമാണെന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നത് അങ്ങക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല, അറിയാൻ പാടില്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, എനിക്കിന്ന് പോയാലേ പറ്റുള്ളൂ അല്ലേ? ഞാൻ പോലീസിന്റെ അടുത്ത് പോയാലേ പറ്റുള്ളൂ. റെഡി ആയിക്കളെ, അതുകൊണ്ട് ഞാൻ പോവാം. പക്ഷേ ഈ അലക്സാണ്ടർ സാറിനെ കാര്യമായിട്ട് സൽക്കരിച്ച് അങ്ങേർക്ക് മാലയിട്ട് അങ്ങേർക്ക് അലുവ കൊടുത്ത് എന്റെ കാര്യം, എന്റെ പ്രൊമോഷൻ നിന്റെ കയ്യിലാണ്. വേലപ്പാ ഞാൻ ഏറ്റു, ധൈര്യമായിട്ട് പോയിട്ട് അലുവയൊക്കെ കൊടുക്കണം. അയാൾ കൊടുക്കാനാണ് ഈ അലുവ മേടിച്ചു വെച്ചത്. പക്ഷെ ഒരു മധുരമില്ല മുല്ല. നീ എടുത്ത് കഴിച്ചില്ല, ഞാൻ ഒന്ന് നക്കി നോക്കി. പോരാ, നിനക്ക് ഞാൻ എല്ലാത്തിനും ചേർത്ത് വെച്ചിട്ടുണ്ട്. വേലപ്പാ അതൊക്കെ പോട്ടെ, നീ കാര്യമായിട്ട് അങ്ങനെ ഒന്ന് ട്രീറ്റ് ചെയ്യണം. എന്റെ പ്രൊമോഷൻ നിന്റെ കയ്യിലാടാ. ഉണ്ട ചോറിന് നന്ദി കാണിക്കുമല്ലോ നീ. ധൈര്യമായിട്ട് പിന്നെ മുതലാളി അവിടെ ചെന്ന് രമ്യതയാക്കി മാപ്പാക്കുമ്പോഴേ സോപ്പ് ഏതാന്നോട് ചോദിച്ചു. നല്ല സമയം കിട്ടുവാന്നെങ്കിൽ എല്ലാത്തിനും കൂടെ ചേർത്ത് ഞാൻ പറ്റിട്ടുണ്ട്. 18 കൊല്ലം ഇവിടെ ജോലി ഇരിക്കുന്നു, ഒരു പൈസ എതിരെ തന്നിട്ടില്ല. ഇയാളുടെ പ്രൊമോഷനിൽ നിന്ന് ഞാൻ ശരിയാക്കാം. SIയുടെ കയ്യിൽ നിന്ന് ഇടിയും കൊള്ളിക്കുന്നു. നോക്കൂ, കുളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു നിന്റെ കുളിരുമ്പേ. ഇതാര് ചെമ്പാൻസിക്കുണ്ടായതാ? ആരാ? പീതാംബരൻ ഉണ്ടോ? പീതാംബരൻ ഉണ്ടില്ലെങ്കിൽ വിളമ്പി കൊടുക്കൂ. വിളമ്പുകാരനല്ല. പിന്നെ ഉണ്ടോന്ന് ചോദിച്ചു. പീതാംബരന്റെ ഓഫീസിൽ നിന്നാ. ഓഫീസാണോ? അതെ. ഓഫീസായിട്ട് ഇനി പോരുന്നോ? കളിയാക്കണേ. വേറൊന്നും വിചാരിക്കരുത്. ആരാണ്? ഞാൻ പീതാംബരന്റെ ഓഫീസിലെ മാനേജരാ. ഓ, മാനേജർ സാറാണോ? ക്ഷമിക്കണം കേട്ടോ, എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അയ്യോ, വേറൊന്നും വിചാരിക്കരുത്. അവിടെ നിക്കണേ, അവിടെ നിക്കണേ, അനങ്ങരുത്. ഇയാളത് എന്തെന്നുള്ള പുറപ്പാടാ അത്? നല്ല അല്ല, ആഹാരം എങ്ങനെയാണ് ഇരിക്കുന്നത്? ആഹാരമല്ല, ഹാരം. ഓഹോ, എന്നെ അനുഗ്രഹിക്കണം. വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. ഈ മുടിയും വളർത്തി ഒരുപാട് ഭിക്ഷക്കാരിറങ്ങിയിട്ടുണ്ട്, മോഷണം അതാന്ന് വിചാരിച്ചു. മാനേജരാൻ പറ്റിയ ഫിഗർ. എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? പീതാംബരം വന്നിരുന്നെങ്കിൽ എനിക്കൊരു അത്യാവശ്യം കാര്യം പറയാം. ഉടനെ വരും, അകത്തായില്ലെങ്കിൽ ഉടനെ വരും. അല്ല, എന്താ വേണ്ട? ചായയാണോ കാപ്പിയാണോ? അങ്ങനെയൊന്നും വേണ്ട. അയ്യോ, പറയരുത്, മുതലാളി എന്നെ കൊന്നു കളയും. എന്താ വേണ്ടത്? ചായ മതി. ചായ, ഓക്കെ. അതെ, ഞാൻ വിത്തൗട്ടാണേ. അതെന്ത് ഹറിബറിയായിട്ട് ഇനി പോന്നോ? സമയം കിട്ടിയില്ല. ഈ വിത്തൗട്ടല്ല,
മധുരം മധുരം ഞാൻ വിചാരിച്ച മുതലാളിയുടെ അതേ സ്വഭാവമായിരിക്കും. കുടുംബത്തോടെ ഇങ്ങനെ തന്നെ അല്ലേ? ഒരു പീസ് അലുവ എടുക്കട്ടെ. കളിയാക്കിയതല്ലേ? കളിയാക്കിയതല്ല, സത്യമായിട്ട് കളിയാക്കിയതല്ല. ഓക്കെ, എന്നാ ചെറിയ ചെറിയ പീസായിട്ട് വേണ്ട, ഫുള്ളായിട്ട് ഇങ്ങ് കൊണ്ടുപോരാ. എന്താ പേര്? വേലപ്പൻ, KJ വേലപ്പൻ. ഓക്കെ, നല്ല വേലക്കാരൻ. പീതാംബരന്റെ ഒക്കെ ഭാഗ്യ, ഒരെണ്ണത്തിന് എനിക്ക് കിട്ടിയിരുന്നേ കൊണ്ടുപോകായിരുന്നു. വന്നിരുന്ന നല്ല ഒന്നാം തരം കോഴിക്കോട് അലുവ മുതലാളി ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് മേടിച്ചോണ്ട് വന്ന. കൊറേ നാളായി അലുവ കഴിച്ചിട്ട്. സാറിന്റെ വീട് എവിടെ? എന്റെ വീട് ആലുവ. ആലുവ? ആലുവയിലുള്ള സാറ് അലുവ തിന്നുന്നു. കോമഡി പറയും ഇടക്കിടക്ക്, എനിക്ക് തോന്നി. വൈഫിന്റെ പേരെന്താ? സാറ. സാറ? സാറിന്റെ ഭാര്യ സാറ. എത്ര കുട്ടികളുണ്ട്? 2. 2 കുട്ടികൾ. 3 ആക്കണോ? വേണ്ട, അല്ല എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടോന്ന് പറഞ്ഞു. അതെ. നിർത്തിയ പ്രസവം? നിർത്തിയ? നിർത്തൂ. അല്ല നിർത്തിയോ? നിർത്തും. ഞാനായിട്ട് നിർത്തത്തില്ല. നിർത്തി. നിർത്തി. ആര്? സാറായിട്ട് നിർത്തിയോ വൈഫായിട്ട് നിർത്തിയോ? ഞാനായിട്ട്. എനിക്ക് അപ്പോഴേ തോന്നി നല്ല ക്ഷീണമുണ്ട്. നമസ്കാരം. സോറി സാർ, തിണ്ടിയല്ല, MD മാനേജിംഗ് ഡയറക്ടർ. സാറേ അറിഞ്ഞില്ല കേട്ടോ. വേറൊന്നും വിചാരിക്കരുത് സാറേ, വേറൊന്നും വിചാരിക്കത്തില്ല. അല്ല, വലിയ ഓഫീസർമാർ വരുമ്പോഴത്തേക്ക് സാറൊന്നും പറയുന്നത് എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. ഞാനും എന്റെ കുടുംബവും. പീതാംബരനല്ലേ? അല്ല, പീതാംബരൻ പുറത്തു വഹിക്കുന്നു. അലമ്പാക്കരുത്. സാറിനെ ഒരു സ്വല്പം ഹോർലിക്സ് എടുക്കട്ടെ. ഹോർലിക്സ് വേണ്ട. അങ്ങേരെ കൊണ്ട് ഹോർലിക്സ് കുടിപ്പിച്ച ആ നേരത്തിന് എനിക്ക് അലുവ തിന്നാൻ. അല്ല സാർ, ഒരു ഹോർലിക്സ് കുടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഒരു പീസ് അലുവ. വേണ്ട വേണ്ട, ഒരു പീസ് അലുവ. അലുവ വേണ്ട. അലുവയുടെ ആളാണ്. ചെറിയൊരു പീസ്, ചെറിയ പീസ്. അലക്സ്, എന്താ? അതായത് ഈ പീതാംബന്റെ പ്രൊമോഷൻ ഒരു പ്രോബ്ലം ഉണ്ട്, അത് പറയാനാ വന്നത്. ഞാൻ അലക്സിനെ വീട്ടിൽ ചെന്നപ്പോൾ അലക്സ് ഇങ്ങോട്ട് വന്നിരിക്കാന്ന് പറഞ്ഞു. ഇയാൾ എന്നെ കൊണ്ട് അലുവ തീറ്റിക്കും തോന്നുന്നില്ല. അലക്സേ, എന്താ? അതായത് പീതാംബൻ ഒരു ഇമ്മോറൽ ട്രാഫിക് ആക്ടിൽ പെട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രൊമോഷൻ കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അല്ലേ? ഫ്രണ്ടിലിരിക്കുന്ന സുഭാഷിണി എന്ന സ്ത്രീയെ കാലുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന ഒരു കംപ്ലൈന്റ് ഹെഡ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സാറിന് അലുവയാണല്ലോ. അലക്സ്, എന്താ? ഞാൻ 3-4 ദിവസം ലീവിലായിരിക്കും. അപ്പം അതൊന്ന് അലക്സ് പീതാംബരടുത്ത് പറഞ്ഞിട്ടെ, അതൊന്ന് കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അതെ, ഞാൻ ആവട്ടെ. ഓക്കെ ഓക്കെ, വെൽക്കം. എന്താ സാർ? ഞാൻ വെറുതെ എക്സർസൈസ് രാവിലെ ചെയ്തില്ല, ഇവിടെ വന്നിട്ട് എക്സർസൈസ് ചെയ്യാമെന്ന്. സാർ വല്ലാത്തൊരാള് തന്നെ. അതെ, ഞാൻ ഭയങ്കരനാണ്. അയ്യോ, എന്ത് മോലാളി? ആര്? മോലാളി ആത്തായില്ല.
ഇവൻ കാര്യമായിട്ട് സാറിനെ സൽക്കരിച്ചല്ലേ അല്ലേ? ഇവന് 4 ദിവസം ഞാൻ സമ്മതിക്കണില്ല. നല്ല രീതിയിൽ സൽക്കരിച്ചോണ്ടിരിക്ക. സാർ സാർ സാറിന് ഇവിടെ കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടാ പോയത്. ഞാൻ പുകഴ്ത്തി വിട്ടിട്ടുണ്ട്. എത്രയോ പാണ്ടിലോറി വെറുതെ പോണടാ. ഒന്ന് ഉമ്മര നെഞ്ചത്ത് കാരണില്ലല്ലോ. എന്തോ പറയുന്നു. ഇല്ല കഴിക്കാനായിട്ട്. സാറേ 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 എന്റെ പ്രൊമോഷന്റെ കാര്യം എന്തായി സാർ? പ്രൊമോഷന്റെ ചെറിയൊരു വിഷയം ഉണ്ടെന്ന് നമ്മുടെ MD ഒന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു സാർ? അതായത് നമ്മുടെ ഓഫീസിൽ നിങ്ങളുടെ ടേബിളിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സുഭാഷിണി എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ ബാക്ക് ഇരുന്നുകൊണ്ട് കാലുകൊണ്ട് ഇങ്ങനെ തോണ്ടി എന്നുള്ളൊരു ചെറിയൊരു... അയ്യോ ഞാൻ പറഞ്ഞുതരാം സാർ, അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് സാർ. എന്റെ സീറ്റിന്റെ 4 സീറ്റിന്റെ ഫ്രണ്ടിലാണ് സുഭാഷിണിയുടെ സീറ്റ്. അപ്പൊ എങ്ങനെ വിചാരിച്ചാലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ആരോപണമാണ് സാർ. എന്റെ പ്രൊമോഷനിൽ താല്പര്യമില്ലാത്ത ആർക്കോ ആരോ പറഞ്ഞെടുക്കാം. പറഞ്ഞു കൊടുക്കാം സാറേ. അങ്ങനെ 4 സീറ്റിന് മുമ്പിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഇയാൾ തോണ്ടിയിരിക്കും. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. നീ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സാറേ. സാർ ഇങ്ങോട്ട് നോക്കണം. ഇതാണ് സീറ്റ്. ഈ സീറ്റിന്റെ ഏറ്റവും ബാക്കിലാണ് സാർ. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കുക സാറേ. ഇപ്പൊ എവിടെ പോയിട്ട് വരുന്നത് ചോദിച്ചു. ഇപ്പൊ എവിടെ പോയിട്ട് വന്നത് സാറേ? ഇപ്പോഴ് ഞാൻ പോകുന്നത് SIയുടെ ഭാര്യ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കുന്ന കേസ് തീർക്കാൻ. ഇങ്ങനെയുള്ള ഒരാളിന് പ്രൊമോഷൻ കൊടുക്കണോ വേണ്ടേ ആലോചിച്ച് ചെയ്യണം. അല്ല അത് നമുക്ക് ഞാനല്ല ഒളിഞ്ഞു വേറൊരു നിർത്തിയിട്ടാണ് സാറേ. നിന്റെ തന്ത എന്റെ തന്തയ്ക്ക് വിളിച്ചാ ഒന്നുകൂടെ വിളിയാ. ഒന്നുകൂടെ വിളിയാ. തന്തയ്ക്ക് വിളിക്കൂ. പറയുന്നൊന്നും കേൾക്കരുത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ പ്രൊമോഷൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരണേ സാർ. നീ വാ. ഇവിടെ 1.5 മണിക്കൂറുണ്ട് ഒരു പീസ് അലുവ തിന്നാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. പട്ടിയെ പോലെ കുറെ നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. അത് തിന്നാൻ സമ്മതിക്കാത്ത നിനക്ക് പ്രൊമോഷൻ അല്ല, നിന്നെ എന്നേക്കായിട്ട് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. സാറേ ഈ അലുവ എടുത്തെറിഞ്ഞില്ലേ, പകുതി പട്ടി അടിച്ച് ബാക്കി പകുതി കൊണ്ട് എടുക്കട്ടാ സാറേ. സാറേ നിന്നൊക്കെ കുരുണ്ടോ? புட்டு புட்டு சோரா புட்டு தொட்டுக்கிட்டு உச்சி குட்டு ஓ பப்பம்மா ஹே கட்டு கட்டு புல்லு கட்டு கண்ணு குட்டி கண்ணை கட்டு அள்ளிக்கிட்டு ஏற கட்டு ஓ பப்பம்மா ஹே வாடி 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 பிஞ்சு கரட்டு வாடி தர வாங்கி தரே லண்டன்ல கெட்டு வாடா 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 வண்டி கிரிக்கெட் வாடி புட்ட வாடி ஆகோ ரெண்டு விக்கெட் கட்டு கட்டு கீர கட்டு புட்டு புட்டு ஆஞ்சு புட்டு வெட்டு வெட்டு வேற வெட்டு ஓ பப்பையா கட்டு கட்டு கேப்ப கட்டு புட்டு புட்டு சோரா புட்டு தொட்டுக்கிட்டு உச்சி கொட்டு ஓ பப்பம்மா ஹே காத்தாடி போல ஏண்டி என்ன சுத்துற ஹே ஜூமன்ற காளி போட்டு சுத்த வைக்கிற ஹே காத்தாடி போல ஏண்டி என்ன சுத்துற ஜூமன்ற காளி போட்டு சுத்த வைக்கிற என்னாடி விட்டு புட்டா ரொம்ப பேசுற கண்ணாடி நெஞ்சு மேல கள்ள வீசுற திண்டாடி 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 சொக்கினே
முன்னடி கண்ணடிக்கும் பூங்கொடி என் மனசு ஓங்கிடுப்பில் மாட்டிக்கிச்சிடியா எட்டடி அத்தடி எட்டெறிந்த கண்ணடி கெட்டி மேலும் கொட்ட முன்னு தொட்டா எப்படி என்னத்த சொல்வேனுங்க படுமாங்க உருட்டுங்க படுமாங்க உருட்டுங்க தை சாதம் ரெடி பண்ணுங்க மம்மி கிட்ட வாடி மொட்டை மாடி பட்டல் நாண்டி அது சும்மா நம்ம பெத்த விட்டாளா சும்மா நம்ம பெத்த விட்டாளா என்னத்த சொல்வேனுங்க படுமாங்க உருட்டுங்க வடுமாங்க உருட்டுங்க தை சாதம் ரெடி பண்ணுங்க പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ ഭൂപ്രദേശമാണ് കുട്ടനാട്. ആറും തോടും കായലും പാടങ്ങളും പാലങ്ങളും നിറഞ്ഞൊരു നാട്. കുട്ടനാടിൻ്റെ ഈണവും താളവും എല്ലാം കവിതയിലും നാടകത്തിലും ഒക്കെ നിറച്ചു വെച്ച കവിയാണ് കാവാലം നാരായണപ്പണിക്കർ സാർ. അദ്ദേഹം രചിച്ചൊരു ഗാനം ടി കെ രാജീവ് കുമാറിൻ്റെ കണ്ണെഴുതി പൊട്ടുതൊട്ട് എന്ന ചിത്രത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. തൊട്ടും തൊടാതെയും പ്രണയത്തിൻ്റെ തേൻമുള്ളുകൊണ്ടും നടക്കുന്ന നാടൻ കൗമാര പ്രണയമാണ് ഈ പാട്ടിലെ വിഷയം. ഞാനും റിമി ടോമിയും ചേർന്ന് പാടുന്നു. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. ഇത് ഞാൻ പാടിയ പാട്ടാണെങ്കിലും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന അബ്ബാസും മഞ്ജു വാര്യരുമാണ്. പമ്പ ചിരിച്ചു, ചന്നം ചിഹ്നം മുത്തു തെറിച്ചു, പുഴയിൽ ചിതറി വെള്ള താമര. തിന്നി തിന്നി പമ്പ ചിരിച്ചു, ചന്നം പിന്നെ മുത്തു തെറിച്ചു, തുഴയിൽ ചിതറി വെള്ള താമര. ഓലക്കയ്യാൽ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു, ഓലക്കയ്യാൽ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല.
കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു രസിച്ചു മനസ്സിൽ മയങ്ങും സ്വപ്നമർമരം കാതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു രസിച്ചു മനസ്സിൽ മയങ്ങും സ്വപ്നമർമരം ഈ കിളിക്ക് പൊഞ്ചിലങ്ക കാതോല കൈവല പലുങ്കു മോതിരം ഈ കിളിക്ക് പൊഞ്ചിലങ്ക കാതോല കൈവള പളുങ്കു മോതിരം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല ഉള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. വളരെയധികം ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു പാട്ടാണ്. കാലം എത്ര കഴിഞ്ഞാലും വാടാത്ത ഒരു പൂവാണ്, അല്ലെങ്കിൽ വാടാതെ നിൽക്കുന്ന ഒരു പൂവാണ് പ്രണയം. അതിൻ്റെ തേനും സുഗന്ധവും പൂമ്പൊടിയും ഒക്കെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും. ശുദ്ധമായ പ്രണയത്തിൽ സ്വാർത്ഥതയില്ല. എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം, എൻ്റെ ജീവിതം എന്നിങ്ങനെയുള്ള ചിന്തകളുമില്ല. എല്ലാം നിന്റെ ഇഷ്ടത്തിന്, നിന്റെ സുഖത്തിന്, നിന്റെ ജീവിതത്തിന് എന്ന് രണ്ടുപേരും കരുതുന്നു. ഇതൊരു തരം ത്യാഗം തന്നെയാണ്. എൻ്റെ വേദനകളും പ്രശ്നങ്ങളും എന്തു തന്നെ ആകട്ടെ, നിന്റെ വേദന എന്നോട് പറയൂ, ഞാൻ ആശ്വസിപ്പിക്കാം എന്ന ഭാവം. വളരെ പഴയ പാട്ടാണ്. ONV രചനയും ദേവരാജന്റെ സംഗീതവും മാണിക്യ വീണയുമായൻ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം, എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും, എന്തിനാണീ മൗനം, എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും, എന്തിനാണീ മൗനം. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മഞ്ഞു പൊഴിഞ്ഞല്ലോ, മാമ്പു കൊഴിഞ്ഞല്ലോ, പിന്നെ
മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. താങ്ക് യു. എൻ്റെ തന്നെ ചിത്രമായ നരലിലെ ഒരു ഗാനം രമേശ് ബാബു പാടുന്നു. വേൽ മുരുക ഹരോഹര. വേൽ മുരുക ഹരോഹര വേലായുധ ഹരോഹര. ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിന് മേലെ കാവടി എന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കര എത്തും തക്കിടി തകലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര് ആടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണ് ശൂരം പടയുടെ ചമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിന് മേലെ കാവടി എന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കര എത്തും തക്കിടി തകിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര് ആടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണ് വെൽമുരുകാരോ ഹരാവോ വെലായുധാരോ ഹരാവോ വെൽമുരുകാ